വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഖത്തറിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായി എന്റെ പല യാത്രകളും ഖത്തർ എയർവേസ് വഴിയാണ്. യൂറോപ്പിലേക്ക് വീണ്ടും ഒരു യാത്ര. പുലർച്ചെ 4:30 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട വിമാനം ഇവിടെ എത്തിയപ്പോൾ ഖത്തർ സമയം 6:30 ആയിരിക്കുന്നു. 4.5 മണിക്കൂർ പറന്നിട്ടുണ്ട്. ഖത്തറിലെ സമയം ഇന്ത്യൻ സമയത്തേക്കാൾ 2.5 മണിക്കൂർ പിന്നിലായതുകൊണ്ടാണ് ഈ സമയലാഭം. ഇവിടെ വന്നിറങ്ങുമ്പോഴേ ഒരു സെക്യൂരിറ്റി പരിശോധനയുണ്ട്. ട്രാൻസിറ്റ് ഉള്ളവർക്ക് മാത്രം. അത് കഴിഞ്ഞു. CDE ഗേറ്റുകൾ ഉള്ളിടത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. ഈ 22-ാം നമ്പർ ഗേറ്റിലെത്തി അവിടെ നിന്ന് വേണം ജർമ്മനിയിലെ മ്യൂണിക്കിലേക്കുള്ള വിമാനത്തിൽ കയറാൻ. ഈ ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു. ധാരാളം ഷോപ്പുകൾ, ലോക നിലവാരമുള്ള ബ്രാൻഡുകളുടെ ഷോറൂമുകൾ, കുട്ടികൾക്കുള്ള പാവകളും കളിക്കോപ്പുകളും വിൽക്കുന്ന കടകൾ. വലിയൊരു ഷോപ്പിംഗ് മാളിനുള്ളിലൂടെയാണ് നടക്കുന്നതെന്ന് തോന്നും. ഹാരോത്സ് എന്നൊരു സ്ഥാപനം ഒരു റെസ്റ്റോറന്റാണ്. ഹാരോത്സ് ടീ റൂം എന്നാണ് ബോർഡ്. വളരെ പ്രശസ്തമായ സ്ഥാപനമാണ് ഹാരോത്സ്. മുഹമ്മദ് അൽ ഫയദ് എന്ന ഈജിപ്ഷ്യന്റേതാണ് സ്ഥാപനം. അത് ഓർക്കാൻ കാരണമുണ്ട്. പണ്ട് ബ്രിട്ടനിലെ ഡയാന രാജകുമാരിക്ക് ഒരു കാമുകനുണ്ടായിരുന്നു, ദോദി അൽ ഫയദ്. അവരിരുവരും കൂടി പാരീസിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് കാർ അപകടത്തിൽ മരിച്ചത്. ഹാരോത്സ് സ്ഥാപനങ്ങളുടെ ഉടമയും ശതകോടീശ്വരനുമായ മുഹമ്മദ് അൽ ഫയദിന്റെ മകനാണ് ദോദി അൽ ഫയദ്. ഇവിടെ എസ്കലേറ്ററുകളുണ്ട്. അതിലൂടെ മുകളിലേക്ക് ചെന്നാൽ അവിടെ നിന്നും എയർ ട്രെയിൻ കിട്ടും. ആ ട്രെയിനിൽ വേണം എനിക്ക് ഈ ഗേറ്റുകളുള്ള ടെർമിനൽ ഭാഗത്തേക്ക് പോകാൻ. ഞാൻ മുകൾ നിലയിലേക്ക് കയറിയെത്തി. ധാരാളം പേർ ട്രെയിൻ പിടിക്കാനായി കയറി വരുന്നുണ്ട്. 5 മിനിറ്റ് കൂടുമ്പോൾ ഇവിടെ ട്രെയിൻ എത്തും. ഇത്തരം വലിയ എയർപോർട്ടുകളിലെല്ലാം ടെർമിനലുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഇങ്ങനെയുള്ള ട്രെയിൻ സർവീസ് ഉണ്ട്. ഒരു ട്രെയിൻ വന്നു നിന്നു. ഹോങ്കോങ്ങിലും മറ്റും എയർപോർട്ട് ടെർമിനലുകളെ കണക്ട് ചെയ്ത് ഭൂമിക്കടിയിലൂടെ ഓടുന്ന ട്രെയിനുകളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഇവിടെ പക്ഷേ ടെർമിനലിനകത്തുകൂടി തന്നെയാണ് ഈ ട്രെയിൻ പോവുക. മറ്റു പല എയർപോർട്ടുകളിലും ടെർമിനലുകൾ തമ്മിൽ വലിയ അകലമുണ്ടായിരിക്കും. വിവിധ റൺവേകളിൽ വന്നിറങ്ങുന്ന വിമാനങ്ങൾ പല ടെർമിനലുകളിലേക്കാണ് പോവുക. ഇവിടെ അങ്ങനെയല്ല. ഒറ്റ ടെർമിനൽ ബിൽഡിംഗിന്റെ 2 ഭാഗങ്ങളെയാണ് ഈ ട്രെയിൻ കണക്ട് ചെയ്യുന്നത്. താഴെ പല ഗേറ്റുകളിലേക്കുള്ള ആളുകൾ കാത്തുനിൽപ്പുണ്ട്. അവർ അറിയുന്നില്ല തലയ്ക്ക് മുകളിലൂടെ ട്രെയിൻ ഇങ്ങനെ പോകുന്ന കാര്യം. കാഴ്ചകൾ കണ്ട് ഞാൻ നിന്നു. ട്രെയിൻ CDE ഗേറ്റുകളിലേക്ക് ഇറങ്ങാവുന്ന സ്റ്റേഷനിലേക്കെത്തി. ഗൾഫ് മേഖലയിലെ തന്നെ ഏറ്റവും പുതിയ എയർപോർട്ടുകളിലൊന്നാണ് ഹമദ് ഇന്റർനാഷണൽ. പല നിലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ് എയർപോർട്ട്. വലിയ ആർക്കിടെക്ചർ വിസ്മയം തന്നെയാണ് ഇക്കാലത്ത് ഓരോ പുതിയ എയർപോർട്ടും. ഗൾഫിലെ എണ്ണപ്പടമുള്ള രാജ്യങ്ങൾ അവരുടെ പ്രൗഢിയും വളർച്ചയും അന്യരാജ്യക്കാരായ യാത്രികരെ കാണിക്കാൻ കൂടി എയർപോർട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. മുത്തുമാലയുടെ ഒരു ചിഹ്നം ഇവിടെയുണ്ട്. ഒരു കാലത്ത് ഖത്തറിന്റെ പ്രാമാണ്യം മുത്തിന്റെ പേരിലായിരുന്നു. കടലിൽ നിന്നും വാരിയെടുക്കുന്ന മുത്ത് ഇവിടെ നിന്നുള്ള വ്യാപാരികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിച്ചു. ഈ 22 ഗേറ്റിലേക്കാണ് എനിക്ക് പോകേണ്ടത്. ഗേറ്റിനടുത്തെത്തി ഒരു സീറ്റ് പിടിച്ചു. കുറെ നേരം ഇനി വിശ്രമിക്കാം. 7:20 വിമാനത്തിലേക്ക് പ്രവേശിപ്പിക്കുകയെന്ന് എന്റെ ബോർഡിംഗ് പാസിലുണ്ട്. 8 മണിക്ക് വിമാനം പുറപ്പെടൂ. പുറത്ത് ഖത്തർ എയർവേസിന്റെ വിമാനങ്ങൾ നിരന്നു കിടപ്പുണ്ട്. ഈ 22 ഗേറ്റ് അതാണ്. ആ ഗേറ്റ് തുറന്നു. കാത്തിരുന്നവർ അവിടേക്ക് നടന്നു. ഞാനും ഗേറ്റിലേക്ക് ചെന്നു. ജർമ്മനിയിലെ മ്യൂണിക്കിലേക്കാണ് ഇവിടെ നിന്നും ഫ്ലൈറ്റ്. ഏതാണ്ട് 6.5 മണിക്കൂർ നീളുന്ന യാത്രയാണത്.
യൂറോപ്പിലേക്ക് പോകുമ്പോൾ വിസ ഒന്നുകൂടി പരിശോധിച്ചേ യാത്രികരെ കയറ്റിവിടുകയുള്ളൂ. എയ്റോ ബ്രിഡ്ജ് വഴിയല്ല വിമാനത്തിൽ കയറുന്നത്. ഒരു ബസ്സിൽ കൊണ്ടുപോയാണ് ഞങ്ങളെ വിമാനത്തിനടുത്ത് ഇറക്കിയത്. വലിയൊരു വിമാനം. ബിസിനസ് ക്ലാസ് ആഢ്യത്തമാർന്നത് തന്നെ. ഇൻഡിവിജ്വൽ ക്യാബിനുകളാണ് ഓരോന്നും. അതിൽ ഇതാണ് എന്റെ ക്യാബിൻ. ഒരു കുഴപ്പമേയുള്ളൂ, പുറം തിരിഞ്ഞാവും യാത്ര. സ്പേസ് മാനേജ്മെന്റിനു വേണ്ടി സീറ്റുകൾ രണ്ടു ദിശയിലേക്കും സ്ഥാപിച്ചിരിക്കുന്നു. പുറത്ത് പലവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ചരക്കുകൾ കയറ്റുന്നു, ഇറക്കുന്നു. ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വൈപുല്യം ജാലകത്തിലൂടെ നോക്കുമ്പോൾ കാണാം. ഖത്തർ എയർവേസിനു പുറമെ ഖത്തർ എക്സിക്യൂട്ടീവ് വിമാന കമ്പനിയുടെയും ഹബ്ബാണ് ഈ എയർപോർട്ട്. സീറ്റിൽ ഇരുന്നാൽ ഉടനെ കുടിക്കാനുള്ളതെത്തും. ജ്യൂസ് വേണ്ടവർക്ക് അത്, ഷാംപെയിനോ വൈനോ വേണ്ടവർക്ക് അത് നൽകും. നാരങ്ങയും മിന്റും ചേർത്ത ശീതളപാനീയമാണ് ഞാൻ സാധാരണ കുടിക്കാറ്. തൊട്ടപ്പുറം അറബികളായ ചില യാത്രികരുണ്ട്. ഞാൻ കുറച്ച് ഷോട്ടുകളെടുത്തു. വിമാനം നീങ്ങിത്തുടങ്ങി. പിറകോട്ടെടുക്കുകയാണ്. അതിനാലാണ് അത് മുന്നോട്ട് പോകുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നത്. യാത്ര തുടങ്ങിയാൽ ഞാനിരിക്കുന്നതിന്റെ പിന്നിലേക്കായിരിക്കും പറക്കൽ. 2014 ഏപ്രിലിൽ നിർമ്മാണം പൂർത്തിയായ എയർപോർട്ടാണിത്. 22 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന എയർപോർട്ട്. ഖത്തർ എയർവേസ് ആണ് ഈ എയർപോർട്ടിന്റെ ഓപ്പറേറ്റർ. അമേരിക്കയിലെ HOK എഞ്ചിനീയറിംഗ് എന്ന ആർക്കിടെക്ചർ ഫേമാണ് അക്കാണുന്ന ടെർമിനൽ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തത്. ലോകത്തെ തന്നെ ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള എയർപോർട്ട് ടെർമിനലുകളിൽ ഒന്നാണത്. ചുമരുകൾ ഗ്ലാസുകൾ കൊണ്ടുള്ളതാണ്. ആവശ്യമെങ്കിൽ ഗ്ലാസുകൾ മറയ്ക്കാൻ പാകത്തിൽ പുറത്ത് ബ്ലൈൻഡുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. വെയിലിന്റെ തോതനുസരിച്ച് ഇലക്ട്രിക് സംവിധാനം കൊണ്ട് ബ്ലൈൻഡുകൾ തിരിച്ച് ടെർമിനലിനകത്തെ ചൂടും വെളിച്ചവും ക്രമീകരിക്കുന്നു. ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്റീരിയർ കോൺട്രാക്ടറും ജർമ്മൻ കമ്പനിയുമായ ലിൻഡറാണ് എയർപോർട്ടിന്റെ ഇന്റീരിയർ ജോലികളിൽ ഭൂരിഭാഗവും പൂർത്തിയാക്കിയത്. 230-ലേറെ എയർക്രാഫ്റ്റുകളുള്ള വിമാന കമ്പനിയാണ് ഖത്തർ എയർവേസ്. 2 റൺവേകളാണ് ഇവിടെയുള്ളത്. അതിലൊന്നിന് 4.25 കിലോമീറ്ററിലേറെ നീളമുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും നീളമേറിയ റൺവേകളിൽ ഒന്നാണത്. അക്കാണുന്നതെല്ലാം ടേക്ക് ഓഫിനായി ക്യൂ നിൽക്കുന്ന വിമാനങ്ങളാണ്. ഞാൻ പുറത്തെ ആ കാഴ്ചകളിൽ മുഴുകിയിരുന്നു. ഞങ്ങളുടെ വിമാനത്തിനും ടേക്ക് ഓഫിന്റെ ഊഴമായിരിക്കുന്നു. ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും വേറെ വേറെ റൺവേകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ വിമാനത്താവളത്തിന്റെ വൈപുല്യവും വിമാനങ്ങളുടെ എണ്ണവുമെല്ലാം അത്ഭുതപ്പെടുത്തുന്നു. എണ്ണപ്പണം വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഖത്തർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അറബികളല്ല ഇതിനെല്ലാം പിന്നിൽ. ലോകത്തെ ഏറ്റവും മിടുക്കരെ ഇവർ ഇന്നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. മികച്ച ആർക്കിടെക്റ്റുമാർ, കൺസ്ട്രക്ഷൻ കമ്പനികൾ, അങ്ങനെ പലരും. ജോലികൾ അവരെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. ഖത്തറിന്റെ മണ്ണിൽ നിന്നും വിമാനം പറന്നുയർന്നു. ഒക്ടോബർ മാസത്തിലാണ് എന്റെ ഈ യാത്ര. ഇവിടെ കാലാവസ്ഥ തണുപ്പിലേക്ക് സംക്രമിക്കുന്ന കാലം. എയർപോർട്ടിന്റെ അതിര് കടന്നതോടെ നീലക്കടലിന്റെ മുകളിലേക്കെത്തുന്നു. മരുഭൂമിയിൽ തണുപ്പുകാലം ആരംഭിച്ചതുകൊണ്ടാവാം അന്തരീക്ഷത്തിൽ ആകെ ഒരു മൂടലാണ്. തീരക്കടലിന് അധികം ആഴമില്ലെന്ന് ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ വ്യക്തം. ദോഹയുടെ പ്രധാന നഗരഭാഗം കാഴ്ചയിലില്ല. കടലിൽ മണ്ണിട്ട് ഉയർത്തിയെടുക്കുന്ന ചില പുതിയ നഗരഭാഗങ്ങളാണ് ഇക്കാണുന്നത്. ആസൂത്രണ തികവോടെ രൂപപ്പെടുത്തുന്ന നഗരഭാഗങ്ങൾ. 20ഉം 40ഉം നിലകളുള്ള കെട്ടിടങ്ങളാണ് വൃത്താകാരത്തിൽ നിലകൊള്ളുന്നത്. ഇത്തരത്തിലുള്ള ഡിസൈൻഡ് സിറ്റികളാണ് ഗൾഫ് നാടുകളിൽ ഇപ്പോൾ നിർമ്മിച്ചു വരുന്നത്. അന്തരീക്ഷത്തിലെ മൂടൽ കാരണം എനിക്ക് ആ കാഴ്ചകൾ പൂർണ്ണമായും പകർത്താനാവുന്നില്ല.
തിരികെ സ്ക്രീനിലേക്ക് തിരിഞ്ഞു. അതിൽ സിനിമകൾ കാണാം. ആ സമയത്ത് തന്നെ മെനു കാർഡ് കൊണ്ടുവന്നു. ഭക്ഷണത്തിനും ഡ്രിങ്ക്സിനുമുള്ള മെനു. ബിസിനസ് ക്ലാസ്സിലായതിനാൽ ചോദിക്കുന്നതെന്തും ഏതു സമയത്തും യഥേഷ്ടം തരും. ഡ്രിങ്ക്സ് വൈൻ മുതൽ ബിയറും ഹാർഡ് ലിക്വറും വരെയുണ്ട്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955442222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. വിമാനം ഇപ്പോൾ ഇറാന് മുകളിലൂടെയാണ് പോകുന്നത്. ആകാശക്കാഴ്ചയിൽ വരണ്ട മരുഭൂ സമാനമായ പ്രദേശം, ദീർഘമായ പർവ്വതനിരകൾ. സാഗ്രോസ് എന്ന മൗണ്ടൻ റേഞ്ചിന്റെ ഭാഗമാണ് ഈ പ്രദേശമൊക്കെ. ഇറാന്റെ തെക്കുപടിഞ്ഞാറൻ ഭാഗത്തു നിന്നും തുടങ്ങി വടക്കു പടിഞ്ഞാറ് ഭാഗം വരെ നീണ്ടുകിടക്കുന്ന പർവ്വതനിരയാണ് സാഗ്രോസ്. 1600ഓളം കിലോമീറ്റർ നീളത്തിൽ കിടക്കുകയാണ് പർവ്വതനിര. 4400 മീറ്റർ ഉയരമുള്ള ദേനാ പർവ്വതം സാഗ്രോസിന്റെ ഭാഗമാണ്. 40,000 വർഷങ്ങൾക്കപ്പുറം നിയാണ്ടർത്താൾ മനുഷ്യർ ജീവിച്ചിരുന്ന പർവ്വതനിരയാണിത്. പ്രാചീന മനുഷ്യർ പാർപ്പിടമായി ഉപയോഗിച്ചിരുന്ന ഗുഹകൾ പർവ്വതത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ വരണ്ടതെന്ന് തോന്നുമെങ്കിലും നിബിഡ വനങ്ങൾ തന്നെയുണ്ട് സാഗ്രോസ് പർവ്വത പാർശ്വങ്ങളിൽ. വേനൽ കഴിഞ്ഞതേയുള്ളൂ എന്നതുകൊണ്ടാണ് മലമുടികളൊക്കെ ഈ വിധം കാണാവുന്നത്. ശൈത്യകാലം എത്തുന്നതോടെ അതെല്ലാം ധവളിമയാർന്ന മഞ്ഞിന്റെ തലപ്പാവണിയും. നിരനിരയായി പർവ്വതമുടികൾ. പർവ്വതത്തിന്റെ താഴ്വാരങ്ങളിൽ നിരവധി ഗ്രാമങ്ങളും പട്ടണങ്ങളുമുണ്ട്. ഇടയ്ക്ക് താഴ്വാരങ്ങളിൽ പട്ടണങ്ങൾ. വളരെ ആസൂത്രിതമാണ് പട്ടണങ്ങളെന്ന് ഈ ആകാശക്കാഴ്ചയിൽ വ്യക്തമാകും. നേർരേഖ പോലുള്ള സ്ട്രീറ്റുകൾ. ഇറാനെ ഒരു ദരിദ്ര രാജ്യമായി കണക്കാക്കാനാവില്ല. വളരെ ചിട്ടയോടെയുള്ള നഗരാസൂത്രണമാണ് ഇവിടെ നിന്ന് കാണുന്നത്. നഗരമധ്യത്തിൽ ഒരു ജലാശയം. ഇറാനിൽ പർവ്വതങ്ങളുടെ താഴ്വാരത്ത് ഇത്തരത്തിലുള്ള വലിയ പട്ടണങ്ങൾ നിരവധിയുണ്ട്. താഴ്വാരം പൊതുവെ ജലസമൃദ്ധമാണ്. അതിനു ചുറ്റും പച്ചപ്പും കാണാം. അതിൽ പലതും കൃഷിയിടങ്ങളാണ്. ധാരാളം റിസർവോയറുകളും ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ഇറാന്റെ വലിയൊരു കാർഷിക മേഖല കൂടിയാണ് സാഗ്രോസിന്റെ താഴ്വാരം. സാഗ്രോസ് പർവ്വതമേഖലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യർ ഇന്ന് വ്യാപകമായി കൃഷി ചെയ്യുന്ന പല ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും അതിപുരാതന കാലം മുതൽ തന്നെ ഇവിടുത്തെ വനങ്ങളിൽ പ്രകൃതിദത്തമായി വളർന്നിരുന്നു. ഇക്കാണുന്നതൊക്കെ വലിയ കൃഷിയിടങ്ങളാണ്. വേനലിന്റെ അവസാന നാളുകളായതിനാൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. അങ്ങിങ്ങായി ചെറിയ ഗ്രാമങ്ങളും പട്ടണങ്ങളും കാഴ്ചയിലേക്കെത്തുന്നുണ്ട്. മലകൾക്കിടയിലൂടെ നീണ്ടുപോകുന്ന പാതകൾ. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം എപ്പോഴും എന്റെ ചിന്തയിൽ വരാറുണ്ട്. രാജ്യങ്ങളുടെ അതിർത്തി ഇത്തരത്തിലുള്ള ഒരു ആകാശയാത്രയിലും തിരിച്ചറിയുന്നില്ല. രാജ്യങ്ങളായി അതിർത്തി തിരിച്ചല്ല ഭൂമി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീലങ്ക പോലുള്ള അപൂർവം ചില രാജ്യങ്ങളൊഴികെ മറ്റൊന്നും ആകാശത്തുനിന്ന് തിരിച്ചറിയാനാവില്ല. അതിനർത്ഥം ഇന്ന് അതിരുകൾ കൊണ്ട് വേർതിരിച്ചിരിക്കുന്ന രാജ്യങ്ങളൊക്കെ ഭാവിയിൽ തിരികെ പ്രകൃതിയുടെ നിയമങ്ങളിലേക്ക് പോകുമെന്നു തന്നെയാണ്. ഇറാന്റെ മുകളിലൂടെയാണ് ഇപ്പോഴും പറക്കുന്നത്. വരണ്ട മലനിരകൾക്ക് നടുവിലെ ഇത്തരം പട്ടണങ്ങൾ രസമുള്ളൊരു കാഴ്ചയാവുന്നു. ആസൂത്രിതമായ പട്ടണങ്ങൾ, പിന്നെ കൃഷിയിടങ്ങൾ. പർവ്വതമേഖല കടന്ന് ഇപ്പോൾ സമതല പ്രദേശത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇറാൻ ഇറാഖ് അതിർത്തി മേഖലയിലൂടെയാണ് ഇപ്പോൾ വിമാനം പറക്കുന്നത്. സാഗ്രോസ് പർവ്വതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ഇറാന്റെയും ഇറാഖിന്റെയും കുർദിഷ് മേഖലകളിൽ പലതും. വലിയ പോരാട്ടങ്ങൾക്ക് വേദിയായിട്ടുള്ള പ്രദേശങ്ങളാണത്. താഴെ വലിയ റിസർവോയറും ഡാമുകളുമൊക്കെ കാണാം.
ബാഗ്ദാദിനും ടെഹ്റാനും കൃത്യമധ്യത്തിലൂടെയാണ് വിമാനം പറക്കുന്നതെന്ന് മനസ്സിലാവുന്നു. താഴെ ഒരു വിമാനത്താവളത്തിന്റെ റൺവേ കാണാം. ഇറാന്റെ ഏതോ ഒരു പട്ടണമാണ്. ചെറിയ വിമാനത്താവളമുള്ള ഇത്തരത്തിലുള്ള നിരവധി പട്ടണങ്ങൾ ഇറാനിലുണ്ട്. ഇറാൻ ഏതാണ്ടൊരു വികസിത രാജ്യം തന്നെയാണെന്ന് ഈ ആകാശക്കാഴ്ച വ്യക്തമാക്കുന്നു. ഞാൻ പലതവണ പോകാൻ തുനിഞ്ഞ രാജ്യമാണത്. ഓരോ തവണയും പോകാൻ ഒരുങ്ങുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകും. ഇത്തവണ പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ചെറിയ ഉരസലുണ്ടാവുന്നത്. അടുത്തതായി ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം ഇറാൻ തന്നെയാണ്. സമ്പുഷ്ടമായൊരു സംസ്കാരവും വ്യത്യസ്തമായ ജീവിതവുമുള്ള നാടാണ് ഇറാൻ. പുറത്തെ കാഴ്ചകളിൽ നിന്നും ഞാൻ വിമാനത്തിനകത്തേക്ക് തിരികെ വന്നു. അവിടെ ഭക്ഷണം വിളമ്പുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഓർഡർ എടുക്കുന്ന സമയമാണ്. ഞാൻ ലളിതമായ വിഭവങ്ങളാണ് ഓർഡർ ചെയ്തത്. കുബ്ബൂസ് പോലുള്ള അപ്പവും കടലക്കറിയും കുറച്ച് ബ്രെഡും. വെജിറ്റബിൾസും ഒലിവുകായും ചീസുമെല്ലാമുണ്ട്. ദീർഘമായ വിമാനയാത്രയിൽ ലൈറ്റായ ഭക്ഷണം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ വയറ് സ്തംഭിക്കും. വിമാനം ഇറങ്ങിയാൽ ഉടനെ ജോലി തുടങ്ങേണ്ടതാണ്. വിമാനത്തിനകത്ത് ഒരേ ഇരിപ്പാണ്. ഗ്യാസ് ട്രബിൾ രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പച്ചക്കറികൾ അടങ്ങുന്ന ലൈറ്റ് ഫുഡാണ് അഭികാമ്യം. ഭക്ഷണശേഷം ഒരു മയക്കം കഴിഞ്ഞ് ഞാൻ ഉണരുമ്പോഴേക്കും വിമാനം ബെൽഗ്രേഡ് പിന്നിട്ടിരിക്കുന്നു. യൂറോപ്പിലേക്ക് എത്തിയിരിക്കുന്നു എന്നർത്ഥം. ബുഡാപെസ്റ്റിനും വിയന്നയ്ക്കും തെക്കുഭാഗത്തുകൂടിയാണ് പറക്കുന്നത്. അതായത് ഓസ്ട്രിയയ്ക്കും ഹംഗറിക്കും സമീപത്തുകൂടി. ഓസ്ട്രിയയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല കട്ടിയിൽ മേഘമാണ്. യൂറോപ്പിൽ ഇരുണ്ട കാലാവസ്ഥയാണെന്നാണ് ഇതിനർത്ഥം. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടെങ്കിലും ഇതിനിടയിൽ സൂര്യപ്രകാശം എത്തുന്നുണ്ടാവില്ല. അതിനാൽ എനിക്ക് വലിയ ആശങ്കയുണ്ട്. 3 മാസത്തെ ഷെങ്കൻ വിസയാണ് കിട്ടിയിരിക്കുന്നത്. ആ സമയത്ത് യൂറോപ്പ് പരമാവധി കണ്ടു തീർക്കുക എന്ന ലക്ഷ്യമുള്ളതുകൊണ്ടാണ് അടുത്തടുത്തായി യൂറോപ്പ് യാത്രകൾ വരുന്നത്. ഓസ്ട്രിയ പിന്നിട്ട് വിമാനം ജർമ്മനിയുടെ മണ്ണിന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. സുന്ദരമായ കൃഷിയിടങ്ങളും വലിയ ഹൈവേകളും ചെറിയ ഗ്രാമങ്ങളുമെല്ലാം കാണാം. മാനം തെളിയുന്നുണ്ടെന്നതും താഴെ വെയിൽ പരക്കുന്നുണ്ടെന്നതും ആശ്വാസകരം തന്നെ. ജർമ്മനിയിലെ മ്യൂണിക്കിലേക്കാണ് പോകുന്നത്. ഈ യാത്രയിൽ എനിക്ക് പ്രത്യേകമായൊരു ഉദ്ദേശമുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളും ദുരിത ജീവിതവും തകർന്നു തരിപ്പണമായ ജർമ്മനിയുടെ കഥകളുമുള്ള 2ാം ലോകമഹായുദ്ധകാലത്തെ ജർമ്മനിയുടെ ഓർമ്മകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹിറ്റ്ലർ എന്ന നേതാവിന്റെ ഉദയം കണ്ട നഗരമാണ് മ്യൂണിക്. നാസി പാർട്ടി കരുത്താർജിച്ച നഗരം. അവിടെ നിന്നും ഇത്തവണത്തെ യാത്ര ആരംഭിക്കണം. പുറത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ വെറുതെ ഇരിക്കുന്ന ഷോട്ടുകൾ പോലും ഞാൻ തന്നെ ഷൂട്ട് ചെയ്തതാണെന്ന കാര്യം പ്രേക്ഷകർ പലപ്പോഴും മറന്നുപോകും. ഞാനിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ ഷൂട്ട് ചെയ്യാത്തതൊന്നും സഞ്ചാരത്തിൽ കാണില്ല. വിമാനം താഴുകയാണ്. കാലാവസ്ഥ അത്ര മോശമല്ല. എത്ര അടുക്കും ചിട്ടയുമുള്ളതാണ് ജർമ്മനിയുടെ കൃഷിയിടങ്ങളെന്ന കാര്യം അത്ഭുതപ്പെടുത്തുന്നു. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. താഴെ ചെറിയ ജലസംഭരണികൾ, പല നിറങ്ങളിലുള്ള കളങ്ങളായി കൃഷിയിടങ്ങൾ. കടുകുപാടങ്ങളാണ് ഇളം മഞ്ഞ നിറത്തിൽ കാണുന്നത്. ഇടയ്ക്കിടെ ചെറിയ ഗ്രാമങ്ങൾ. ബവേറിയ എന്ന സമ്പന്നമായ ജർമ്മൻ സ്റ്റേറ്റിന്റെ ആസ്ഥാനമാണ് മ്യൂണിക്. പഴയ പശ്ചിമ ജർമ്മനിയുടെ ഭാഗമായിരുന്നു ബവേറിയ. വലിയൊരു ചരിത്രമുള്ള പ്രദേശം.
സ്വതന്ത്രമായൊരു രാജ്യമെന്ന പോലെ പ്രവർത്തിക്കാൻ കഴിവുണ്ട് ബവേറിയയ്ക്ക്. ലോകത്ത് കാണുന്ന ഏറ്റവും ആഡംബരമാർന്ന ഓട്ടോമൊബൈലുകൾ മിക്കതും എത്തുന്നത് ബവേറിയയിൽ നിന്നുമാണ്. BMW-വും ഫോക്സ് വാഗണും ബെൻസുമെല്ലാം ബവേറിയക്കാരുടേതാണെന്ന് ഓർക്കണം. സമ്പന്നമായ ആ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തേക്ക് വിമാനം അടുക്കുകയാണ്.